നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡായിട്ടുള്ള CMFിൻ്റെ ആദ്യത്തെ ഫോണായ CMF ഫോൺ 1 എന്ന ഈ ഒരു ഫോണിന് നിലവിൽ 3 അപ്ഡേറ്റുകൾ ലഭിച്ചു കഴിഞ്ഞു. ഈ 3 അപ്ഡേറ്റുകളും ചെയ്തതിനു ശേഷം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിൽ അത്യാവശ്യം ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ ടോട്ടൽ പെർഫോമൻസിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ക്യാമറ പെർഫോമൻസിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളിന്ന് ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഈ ഫോൺ 3 അപ്ഡേറ്റുകളും ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടോട്ടൽ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ബാറ്ററി എങ്ങനെയുണ്ട്, ക്യാമറ എങ്ങനെയുണ്ട്. ഈ അപ്ഡേറ്റുകളൊന്നും ചെയ്യാത്ത ഒരു ഫോണും 3 അപ്ഡേറ്റുകളും ചെയ്ത ഒരു ഫോണും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇതിൻ്റെ ടോട്ടൽ പെർഫോമൻസ് അതേപോലെ ക്യാമറ റിവ്യൂ ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം വന്നിരുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് 3.37 GB വലിയൊരു അപ്ഡേഷനായിരുന്നു. അതിനുശേഷം 84 MB ചെറിയൊരു അപ്ഡേഷനും പിന്നീട് 15 MB ഒരു വളരെ ചെറിയൊരു അപ്ഡേഷനുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ 1 തീയതിയാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 3 തീയതിയാണ്. ഇതുവരേക്കും വേറെ ഒരു അപ്ഡേഷൻ നത്തിങ് CMF ഫോൺ 1 എന്ന ഈ ഒരു ഫോണിന് വന്നിട്ടില്ല. അപ്പോൾ ഈ 3 അപ്ഡേറ്റുകളും ചെയ്തതിന് ശേഷം എനിക്ക് ഇതിൽ കാര്യമായിട്ട് എടുത്തു പറയാനായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എടുത്തു പറയുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഓവറോൾ സ്റ്റെബിലിറ്റിയിൽ നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ചില ആപ്ലിക്കേഷനൊക്കെ ഒരു സ്റ്റെക്ക് പോലെ ചില സമയത്ത് മാത്രം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഫോണിങ്ങനെ എന്തെങ്കിലും വീഡിയോസോ ഒക്കെ വാച്ച് ചെയ്യുന്ന സമയത്ത് ഫോൺ റൊട്ടേറ്റ് ചെയ്ത് പിടിച്ച് പിന്നീട് അത് നേരെയാക്കുന്ന സമയത്ത് ഈ വീഡിയോ ഓട്ടോമാറ്റിക്കായി റൊട്ടേറ്റ് ആയി വരാത്ത ഒരു അവസ്ഥയൊക്കെ ചില സമയത്ത് മാത്രം ഉണ്ടായിരുന്നു. ചില ആപ്ലിക്കേഷൻ തുറക്കുന്ന സമയത്ത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അത് തുറന്നു വരാത്ത പോലെ ചില സമയത്ത് മാത്രം. വളരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്യാമറയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ നൈറ്റ് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു യെല്ലോ ടോണിലുള്ള സ്ഥലത്ത് വെച്ചൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അതൊരു റെഡ് ടോണിലേക്ക് മാറുന്ന പോലത്തെ ഒരു വൃത്തികേടായ ഒരു സംഭവം ക്യാമറയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ എഫക്റ്റ്, ഫോൺ ലോക്ക് തുറക്കുന്ന സമയത്ത് ഈ കാണുന്ന ഈ ഒരു എഫക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആദ്യത്തെ സോഫ്റ്റ്വെയറിനും ഉണ്ടായിരുന്നു, പക്ഷേ അത് ചില സമയത്ത് അതിനൊരു സ്റ്റെക്ക് പോലത്തെ ഫീൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. പിന്നീട് നോക്കാനുള്ളത് ഫോട്ടോ സ്വിച്ചിങ് ആണ്. നമ്മൾ ഗൂഗിൾ ഫോട്ടോസാണ് ഇതിൽ ഡിഫോൾട്ടായിട്ട് വരുന്നത്. അതിൽ നമ്മൾ ഫോട്ടോസ് ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മുകളിലേക്ക് പൊക്കി ഡീറ്റെയിൽസുകൾ തമ്മിലിങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്റ്റെക്ക് ആവുന്ന ഒരു പോലത്തെ ഒരു ഫീൽ വന്നിരുന്നു. അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെയൊന്നും ഒരു ഇഷ്യൂസും പറയാനില്ല. പിന്നീട് അവർ പുതുതായിട്ടൊരു ടൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് നമ്മൾ പവർ സേവിങ് മോഡിലാണ് ഫോൺ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ അലർട്ട് അടിക്കും. അതായത് നമ്മൾ പവർ സേവിങ് മോഡിലാണ് എന്ന് നമ്മളെ അലർട്ട് ചെയ്യാനുള്ള ഒരു വൈബ്രേഷൻ അത് പുതുതായിട്ട് അവർ കൊടുത്തതാണ്. പിന്നീട് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ആദ്യം നല്ല രീതിയിലുള്ള ലാഗ് ഉണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഫോൺ എന്തോ വലിയൊരു സംഭവം ചെയ്യുന്ന പോലെയൊക്കെ ആയിരുന്നു ഫോണിന് ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു ഫാസ്റ്റാണ് സ്ക്രീൻഷോട്ടിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ തുറന്നതിന് ശേഷം അതിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ആ ആപ്ലിക്കേഷന് ചെറിയ രീതിയിലുള്ള ഒരു ലാഗൊക്കെ ആദ്യം വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഫാസ്റ്റായിട്ടുള്ള സ്ക്രീൻഷോട്ട് ഇപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു സംഭവം, ഞാൻ വാൾപേപ്പർ സാധാരണ ഫുൾ ബ്ലാക്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, കാരണം LED സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വാൾപേപ്പർ ഫുള്ളി ബ്ലാക്ക് ആക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ ചെറിയൊരു ഷെയ്ഡ്, ഒരു ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ലോക്ക് സ്ക്രീനിലായാലും ഹോം സ്ക്രീനിലായാലും അങ്ങനെ ഉണ്ടായിരുന്നു. അത് രണ്ടും ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേഷൻ ചെയ്തപ്പോൾ തന്നെ അത് ക്ലിയർ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസ് എല്ലാം നല്ല രീതിയിൽ എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയേണ്ടത് ചാർജിങ് അസിസ്റ്റൻ്റ് ആണ്. അതായത് നമ്മൾ ചാർജ് ചെയ്യുന്ന ചാർജർ ഫാസ്റ്റ് ചാർജിങ് ആണോ അതോ ലോ ചാർജിങ് ആണോ എന്നൊക്കെ നമുക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ പോലെ എഴുതി കാണിക്കും. ആ ഒരു സംഭവം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പുതുതായിട്ട് വന്ന ഒരു സംഭവമാണ്. പെഡോമീറ്ററും ബാറ്ററി പിടിച്ചിട്ടും നമുക്ക് ലോക്ക് സ്ക്രീനിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആദ്യത്തെ സോഫ്റ്റ്വെയറിൽ നമുക്കത് ലോക്ക് സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അതേപോലെ നമുക്ക് നത്തിങ്ങിൻ്റെ കമ്മ്യൂണിറ്റി സംഭവങ്ങളെല്ലാം അറിയാനുള്ള ഒരു അപ്ഡേറ്റുകളെല്ലാം അറിയാനുള്ള സംഭവം നമുക്ക് വിഡ്ജറ്റായിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ നോർമലി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടേക്ക് ഇനഫായിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ഫോൺ പ്രൊഡ്യൂസ് ചെയ്യാത്ത പോലത്തെ ഒരു അവസ്ഥ ചില സമയത്തൊക്കെ ഫീൽ ചെയ്തിരുന്നു. നമ്മൾ എന്നിട്ട് മാനുവലായിട്ട് ബ്രൈറ്റ്നസ് കൂട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ 3 അപ്ഡേറ്റുകളും ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണുന്നത് അപ്ഡേറ്റ് ചെയ്ത ഒരു ഫോണും ചെയ്യാത്ത ഒരു ഫോണും തമ്മിലുള്ള ഒരു ബ്രൈറ്റ്നസ് ആണ്. ഒരേ ലൈറ്റിംഗ് കണ്ടീഷനിലാണ് ഞാൻ ഈ പിടിക്കുന്നത്. പക്ഷേ അപ്ഡേറ്റ് ചെയ്ത ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഫുള്ളായിട്ടുണ്ട്. മറ്റേ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ഡൗൺ ആയിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു ഏരിയ ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നീട് സെല്ലുലാർ ഡാറ്റ ആൻഡ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിലൊക്കെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. അത്രയാണ് ഇതിൻ്റെ ടോട്ടൽ പെർഫോമൻസ് സൈഡിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്.
പിന്നീട് ബാറ്ററി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം പെർഫോമൻസ് സൈഡിൽ വന്നതുകൊണ്ട് തന്നെ ആദ്യം യൂസ് ചെയ്തിരുന്ന ഒരു ബാറ്ററി ആയിരിക്കില്ല പ്രൊസസ്സർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കാരണം എല്ലാ ഏരിയാസിലും അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബാറ്ററി യൂസിങ്ങും ഫോൺ കൂടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിൽ കുറച്ചൊരു ഡൗൺ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആദ്യം കിട്ടുന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്ത ഒരാളാണ് എങ്കിൽ ആദ്യത്തെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ബാറ്ററി ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ആ ഒരു രീതിയിലുള്ള ചെറിയൊരു ഡൗൺ വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നിരുന്നാലും ഡൗൺ കുറച്ച് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നത് പെർഫോമൻസിലുള്ള ഈ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും ബാറ്ററി പെർഫോമൻസിൽ കുറവ് വന്നിട്ടുള്ളത്. കാരണം ബ്രൈറ്റ്നസിൻ്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ ഏരിയാസിലും ചെറിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര ബ്രൈറ്റ്നസ് കൂടുന്ന സമയത്ത് കുറച്ചുകൂടി ബാറ്ററി കൺസംപ്ഷൻ വരും. അതൊക്കെ ആയിരിക്കാം ഈ ഒരു ബാറ്ററി ബാക്കപ്പ് കുറയാനുള്ള കാരണം. പിന്നീട് ഇതിൻ്റെ ഫിസിക്കൽ ബോഡിയിലൊരു അപ്ഡേറ്റ് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ പിറകുവശത്തുണ്ടായിരുന്ന CMFൻ്റെ ലോഗോയും താഴെ ഉണ്ടായിരുന്ന എഴുത്തൊക്കെ ഏകദേശം മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പൗച്ച് ഇടാതെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു സംഭവങ്ങളെല്ലാം മായാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് കളറും ഗ്രീൻ കളറും മാത്രമേ ഈ ഒരു ഇഷ്യൂ നേരിടാൻ ചാൻസ് ഉള്ളൂ. നേരെ മറിച്ച് ഇതിൻ്റെ ബ്ലൂ കളറോ ഓറഞ്ച് കളറോ ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിന് വിഷയം ഉണ്ടായില്ല. കാരണം അത് ഒരു വാഗൻ ലെതർ ഫിനിഷിലാണ് വരുന്നത്. അതിൽ പഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ എഴുത്തുകളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം പോകുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഫോണിൻ്റെ ബ്രാൻഡിങ് അവിടെ നിന്ന് മാഞ്ഞു പോകാമെന്നൊക്കെ പറയുമ്പോൾ അതൊരു മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഡിസൈനിലുള്ള ഫോണിന് ഇതൊരു നത്തിങ്ങിൻ്റെ ഫോണാണെന്ന് എടുത്തു പറയാൻ അവിടെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യമില്ല. അടുത്തതായിട്ട് ഈ അപ്ഡേറ്റുകളെല്ലാം ചെയ്ത ഫോണും ചെയ്യാത്ത ഫോണും തമ്മിലുള്ള ക്യാമറ കമ്പാരിസനാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ രീതിയിലുള്ള ഒരു ഔട്ടാണ് അപ്ഡേറ്റ് ചെയ്ത ഫോണും ചെയ്യാത്ത ഫോണും തമ്മിൽ വരുന്നത്. ഇതിൻ്റെ പോർട്രേറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിലും ആഫ്റ്റർ അപ്ഡേറ്റ് നോക്കുമ്പോൾ ഈ മുകൾ ഭാഗത്തൊക്കെ ചെറിയൊരു സാച്ചുറേഷൻ ലെവൽ കൂടുതലായിട്ട് ഉള്ളതുപോലെ കാണാം. ഇതൊരു ലൈറ്റ് കണ്ടീഷനിൽ എടുത്ത ഫോട്ടോയാണ്. വലിയ മാറ്റമൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇത് ഔട്ട്ഡോർ ഫോട്ടോയാണ്. ഇതിലും വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇത് നോർമലായിട്ട് എടുത്ത ഒരു ഫോട്ടോ. ഇതതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോ. ഇവിടെയും ചെറിയൊരു സാച്ചുറേഷൻ ലെവൽ അപ്ഡേറ്റ് ചെയ്ത ഫോണിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേറെ വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ കാണാനില്ല. ഇവിടെ നോക്കുകയാണെങ്കിലും സാച്ചുറേഷൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ. ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ നോർമലായിട്ട് എടുത്ത ഒരു ഫോട്ടോയാണ്. ഇതിൽ എനിക്ക് തോന്നുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോണിലാണ് ഒന്നുകൂടി ഒരു കളർ ആക്യുറസിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ പോർട്രേറ്റ് മോഡിലേക്ക് ഫോണിട്ട് ഫോട്ടോ എടുത്താൽ ഞാൻ 2 ഫോണിലും സ്ക്രീനിൽ ടച്ച് ചെയ്യാതെയാണ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോൺ നോക്കുകയാണെങ്കിൽ ഇതിൽ ബാക്ക്ഗ്രൗണ്ടാണ് ഫോക്കസ് ആയിട്ടുള്ളത്. ഫോർഗ്രൗണ്ട് ബ്ലറായി. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഫോർഗ്രൗണ്ട് ഫോക്കസായി ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുണ്ട്. നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. ഈ 2 ഫോട്ടോസും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ ഒരു ഫോട്ടോ നോക്കുമ്പോഴും അത്യാവശ്യം സെയിമാണ്. ഇതൊന്ന് പോർട്രേറ്റിലേക്ക് എടുത്ത് നോക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ഫോണിലെ ഫോട്ടോ അത്യാവശ്യം ഒരു കൂടുതലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വന്നിട്ടുണ്ട്. എന്നാൽ അപ്ഡേറ്റിന് ശേഷം അത്ര ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വന്നിട്ടില്ല. ഇത് റൂം ലൈറ്റിൽ എടുത്ത ഫോട്ടോയാണ്. ഈ ഒരു സാച്ചുറേഷൻ ലെവലിലുള്ള മാറ്റം നിങ്ങൾക്ക് ഇവിടെ തന്നെ കണ്ട് മനസ്സിലാക്കാം. ഇത് പോർട്രേറ്റിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീസൻ്റ് ഔട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോ നോക്കുമ്പോൾ ഈ ഒരു സാച്ചുറേഷൻ ലെവൽ കൂടി വന്നതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോയിലെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഫേസൊക്കെ നോക്കുമ്പോൾ ഒരു ഡാർക്ക് ഏരിയാസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഈ 2 ഫോട്ടോസ് നോക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്തതിന് മുമ്പുള്ള ഫോട്ടോയാണ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോയേക്കാൾ ഒന്നുകൂടി നന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് നോർമലായിട്ടുള്ള ഫോട്ടോയാണ്. എനിക്ക് തോന്നുന്നത് ബാക്ക് ക്യാമറയുടെ ഭാഗത്ത് ഇനിയും കുറേ അപ്ഡേറ്റുകൾ വരാനുണ്ട്. കാരണം ചില ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്തുള്ള ആ ഇഷ്യൂ ഒക്കെ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാനുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്ഡേഷനുകൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. കാരണം നത്തിങ് ഫോൺ 1 ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ ഫോൺ ഇറങ്ങിയതിന് ശേഷം നല്ല രീതിയിലുള്ള ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് പിന്നീട് വന്നിട്ടുണ്ട്. കാരണം അപ്ഡേറ്റുകൾ തന്ന് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഈ ഫോണും വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കറക്റ്റായിട്ട് മനസ്സിലാവും. ആദ്യത്തെ ഫോട്ടോ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഫോട്ടോയിൽ വൈറ്റ് ഷെയ്ഡൊക്കെ ഒഴിവാക്കി കുറച്ചൊന്ന് സാച്ചുറേഷൻ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത് ഈ സബ്ജക്റ്റിൻ്റെ ഒരു കണ്ണിൻ്റെ ഒക്കെ ഭാഗത്ത് ചെറിയൊരു ഡാർക്ക് ഏരിയ. ആ ഒരു ഇഷ്യൂ കൂടി ഇവിടെ ഇത് ക്ലിയർ ചെയ്യാനുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഇത് രണ്ടും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എടുത്ത ഫോട്ടോയാണ്. റൂം ലൈറ്റ് കണ്ടീഷനിലൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും വലിയൊരു ഇഷ്യൂ ഒന്നും പറയാനില്ല. ഇത് ഫ്രണ്ട് ക്യാമറ ഫോട്ടോയാണ്. ഫ്രണ്ട് ക്യാമറയിൽ ആദ്യം എടുത്തിരുന്ന ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഔട്ട് തന്നെയായിരുന്നു. ഇപ്പോഴും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇത് റൂം ലൈറ്റിൽ എടുത്ത ഫോട്ടോയാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോൺ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള മാറ്റങ്ങളായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വിത്തിൻ 24 hours ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഫോണിനെ പറ്റിയുള്ള എല്ലാ അപ്ഡേഷനുകളും നമ്മൾ ഇനിയും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.